രാജ്യത്തെ നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനക്ഷമത കുറയുന്നതിനെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി പുതിയ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് PRS ലെജിസ്ലേറ്റീവ് റിസർച്ച്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നെടുംതൂണായ നിയമസഭകൾ പല സംസ്ഥാനങ്ങളിലും വെറും കാഴ്ചവസ്തുവായി മാറുന്നുവെന്ന ഗുരുതരമായ കണ്ടെത്തലാണ് റിപ്പോർട്ടിലുള്ളത്. എന്നാൽ ഈ തകർച്ചയ്ക്കിടയിലും കേരളത്തിന്റെ നിയമസഭാ പ്രവർത്തനം രാജ്യത്തിന് മാതൃകയാണെന്ന് റിപ്പോർട്ടിൽ അടിവരയിടുന്നു. നിയമസഭകൾ ചേരുന്ന ദിവസങ്ങളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടാകുന്നത് ജനാധിപത്യ പ്രക്രിയയെ അപ്രസക്തമാക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു. സഭ ചേരുന്ന സമയം കുറയുമ്പോൾ സുപ്രധാന ബില്ലുകൾ മതിയായ ചർച്ചകളില്ലാതെ പാസ്സാക്കപ്പെടുന്നു. ഇത് നിയമങ്ങളുടെ ഗുണനിലവാരത്തെ ബാധിക്കുകയും പ്രതിപക്ഷത്തിന്റെ നിർദ്ദേശങ്ങളെയും വിയോജനങ്ങളെയും പൂർണ്ണമായും അവഗണിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നു. ജനക്ഷേമം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ നിർണായക മേഖലകളിൽ ഗൗരവമായ നിയമനിർമ്മാണം നടക്കാത്തത് ഭാവിയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. രാജ്യത്ത് പല പ്രമുഖ സംസ്ഥാനങ്ങളുടെയും പ്രവർത്തന റിപ്പോർട്ടുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. പശ്ചിമ ബംഗാളിൽ 5 വർഷത്തിനിടെ 166 ദിവസം മാത്രമാണ് സഭ സമ്മേളിച്ചത്. അതായത് വർഷത്തിൽ ശരാശരി 33 ദിവസം മാത്രം. സഭ ചേരുന്ന ദിവസങ്ങളിൽ കേവലം 2.5 മണിക്കൂർ മാത്രമാണ് നടപടിക്രമങ്ങൾ നടക്കുന്നത്. തമിഴ്നാട്ടിൽ ഇത് 155 ദിവസമായി ചുരുങ്ങി. BJP ഭരിക്കുന്ന അസമിൽ കഴിഞ്ഞ വർഷം വെറും 20 ദിവസം മാത്രമാണ് സഭ സമ്മേളിച്ചത്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരള നിയമസഭ സുതാര്യവും സജീവവുമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്ന് റിപ്പോർട്ടിൽ പ്രശംസിക്കുന്നു. റിപ്പോർട്ട് പ്രകാരം കേരള നിയമസഭ 200 ദിവസം ചേരുകയും സുപ്രധാന ബില്ലുകൾ വിശദമായ ചർച്ചകൾക്ക് ശേഷം പാസാക്കുകയും ചെയ്തു. നിയമനിർമ്മാണ പ്രക്രിയയിൽ സഭയിലെ വിവിധ സമിതികളുടെ ഇടപെടലും കേരളത്തിൽ വളരെ മികച്ചതാണ്. പരിസ്ഥിതി കമ്മിറ്റി, പെൻഷൻസ്, പബ്ലിക് അക്കൗണ്ടൻസ്, അഷ്വറൻസ്, എസ്റ്റിമേറ്റ് തുടങ്ങിയ സമിതികൾ സജീവമായി പ്രവർത്തിക്കുന്നത് നിയമനിർമ്മാണത്തിന് വലിയ കരുത്തു പകരുന്നുണ്ട്. നിയമസഭകൾ കേവലം കടലാസ് സഭകളായി മാറരുത്. ചർച്ചകൾക്കും അഭിപ്രായ ഭിന്നതകൾക്കും കൂടുതൽ ഇടം നൽകുകയും സഭസമിതികളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുക വഴി മാത്രമേ ജനാധിപത്യം അർത്ഥവത്താകൂ എന്ന് റിപ്പോർട്ട് ഓർമ്മിപ്പിക്കുന്നു. ജനങ്ങളുടെ ശബ്ദം സഭയിൽ പ്രതിധ്വനിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ എല്ലാ സംസ്ഥാനങ്ങളും കേരളത്തിന്റെ പാത പിന്തുടരണമെന്നാണ് PRS റിപ്പോർട്ടിന്റെ അന്തസത്ത.